ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് ടൂളിനെ പറ്റിയാണ്. പിയോട്രോസ്കി സ്കോർ എന്നാണ് ഈ ഒരു ടൂളിൻ്റെ പേര്. ജോസഫ് പിയോട്രോസ്കിയാണ് ഈ ഒരു ടൂൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് അറിയാൻ സാധിക്കും. പിയോട്രോസ്കി സ്കോറിൽ മെയിനായിട്ട് 9 ക്രൈറ്റീരിയ ആണുള്ളത്. ഈ 9 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇതിൻ്റെ സ്കോർ റേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 0 to 9 വരെയാണ് ഇതിൻ്റെ സ്കോർ റേഞ്ച്. അപ്പോൾ ഹയർ സ്കോർ ആണെങ്കിൽ ആ ഒരു കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് ഈ 9 ക്രൈറ്റീരിയ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പോസിറ്റീവ് നെറ്റ് ഇൻകം ആണ്. അതായത് കമ്പനിയുടെ നെറ്റ് ഇൻകം പോസിറ്റീവ് ആയിരിക്കണം കറണ്ട് ഇയറിൽ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ്. അതായത് കമ്പനിയുടെ ഓപ്പറേഷനിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരിക്കണം. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ അസറ്റ്സ് ആണ്. അത് ROA എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അത് ROA പോസിറ്റീവ് ആയിരിക്കണം. അത് പോസിറ്റീവായ മാത്രം പോരാ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കമ്പനി എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് അതിൻ്റെ അസറ്റ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്യുറൽസ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മസ്റ്റ് എക്സീഡ് നെറ്റ് ഇൻകം. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കൂടുതലായിരിക്കണം അതിന് നെറ്റ് ഇൻകത്തിനെ കാട്ടി. ഇനി അഞ്ചാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ലോങ് ടേം ഡെപ്റ്റ്. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ഡെപ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയറിലെ ഡെപ്റ്റ് കുറവായിരിക്കണം. ഇനി ആറാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹയർ കറണ്ട് റേഷ്യോ ആണ്. അതായത് കറണ്ട് അസറ്റ് ടു ലിയബിലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് റേഷ്യോ ഹയർ ആയിരിക്കണം. പിന്നെ ഏഴാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹയർ ഗ്രോസ് മാർജിൻ ആണ്. അതായത് കമ്പനിയുടെ കോർ ഓപ്പറേഷനിൽ നിന്നുള്ള പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ്ഡ് ആയിരിക്കണം. ഇനി എട്ടാമത്തെ ക്രൈറ്റീരിയയിൽ പറയുന്നത് അസറ്റ് ടേൺ ഓവർ ആണ്. അതായത് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഹയർ ആയിരിക്കണം പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനി എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് അതിൻ്റെ അസറ്റ് റവന്യൂ ആക്കുന്നതിൽ എന്നതാണ്. ഇനി ഒമ്പതാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഇഷ്യൂവൻസ് ഓഫ് ന്യൂ ഷെയർസ് ആണ്. അതായത് കമ്പനി പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യാൻ പാടില്ല ലാസ്റ്റ് ഇയറിൽ. ഓക്കെ, അപ്പോൾ ഈ 9 ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പിയോട്രോസ്കി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പിയോട്രോസ്കി സ്കോർ എന്ന് മനസ്സിലായി. നമുക്ക് ഈ ഒരു പിയോട്രോസ്കി സ്കോർ ഹൈ ആയി നിൽക്കുന്ന സ്റ്റോക്സുകൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ screener.in എന്ന വെബ്സൈറ്റ് പോവാം. ഇവിടെ നമുക്ക് ടൂൾസ് നിന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എ സ്റ്റോക്ക് സ്ക്രീൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ പിയോട്രോസ്കി സ്കോറിന് ടൈപ്പ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 7 എന്ന് കൊടുക്കാം. അപ്പോൾ 7ന് മുകളിൽ പിയോട്രോസ്കി സ്കോർ ഉള്ള സ്റ്റോക്സുകൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി റൺ ദിസ് ക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഒരുപാട് സ്റ്റോക്സുകൾ വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും പിയോട്രോസ്കി സ്കോർ 8 ആണ്. 8ഉം അതിന് മുകളിലുള്ള സ്റ്റോക്സുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നല്ല സ്റ്റോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു പിയോട്രോസ്കി സ്കോർ മാത്രം ബേസ് ചെയ്ത് ട്രേഡ് എടുക്കരുത്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ മറ്റു ഡാറ്റാസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് 96% ഉണ്ട്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് കൂടുതലുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്സുകൾ കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പ്രോഫിറ്റ് ഗ്രോസും 93% ഉണ്ട്. പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൂടുതലാണ്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് ഡെപ്റ്റ് ആണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഡെപ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതും ഈ ഒരു കമ്പനിക്ക് പോസിറ്റീവാണ്. പിന്നെ പിയോട്രോസ്കി സ്കോറും നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരം കമ്പനികൾ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം എപ്പോഴാണ് മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് ഈ ഒരു LICI ഒരു സപ്പോർട്ട് ലെവലൊക്കെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. കാരണം ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സുകളും താഴേക്ക് വരുന്നതാണ്. ആ സമയത്തൊക്കെ ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്സുകളാണ് ഈ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ. പിന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് വരുമ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ LICയുടെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിന് ഇനി നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു പോയിന്റാണ്. ഉണ്ടോ, ഈ ഒരു പോയിന്റ് സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് അടുത്ത തവണ എപ്പോഴാണ് ഈ ഒരു 750 740 റേഞ്ച് വരുന്നത് ആ സമയത്ത് നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സ് ആണ്. അപ്പോൾ തിരിച്ച് അത് വീണ്ടും റിട്രേസ് ചെയ്ത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് താഴെയായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഈ താഴേക്ക് വരാണെങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. പിന്നെ ഈ 600 ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകാനും ചാൻസ് ഉണ്ട്.
നമുക്ക് സിങ്ക് ട്രേഡിങ്ങിനൊക്കെ വേണമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ലോങ് ടൈം ഹോൾഡിങ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 750 740 ലെവൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് താഴേക്ക് വരാണെങ്കിൽ നിങ്ങൾക്കൊരു 600 ലെവലിൽ വീണ്ടും ആവറേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റോക്സ് തിരിച്ചു കയറി പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഈ വരുന്ന സ്റ്റോക്സുകൾ ഓരോന്നായിട്ട് നല്ല സ്റ്റോക്സുകൾ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടേതായ ഒരു അനാലിസിസും നടത്തിയിട്ട് നമ്മളിങ്ങനെ ചാർട്ടിൽ ആ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടെർമിനലിൽ തന്നെ അലർട്ടൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലർട്ടിൽ ആ ലെവൽസൊക്കെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്സുകൾ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ഈ ലെവൽസിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടുന്നതാണ്. ആ സമയത്ത് നമ്മൾ ആ ഒരു ചാർട്ടൊക്കെ നോക്കിയിട്ട് ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ എന്താണ് പിയോട്രോസ്കി സ്കോർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 9 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ ഒരു പിയോട്രി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോക്സുകൾ കിട്ടുന്നതാണ്. അതുകൂടാതെ നമ്മുടേതായ മറ്റു അനാലിസിസും കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇതേപോലെ നമ്മുടെ ആ ലെവൽസൊക്കെ മാർക്ക് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആ സ്റ്റോക്സുകൾ ഏതെങ്കിലുമൊക്കെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന കാണുമ്പോൾ നമുക്ക് ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.